കാരണം ഞാൻ എൻ്റെ ജീവിതം ആരംഭിക്കുന്ന റിപ്പോർട്ടറും ന്യൂസ് റീഡറുമായിട്ടാണ്. അന്നൊക്കെ നമുക്ക് തരുന്ന ട്രെയിനിങ് ഇങ്ങനെയല്ല. ഈ ഫ്ലാഷ് ന്യൂസ്, ബ്രേക്കിംഗ് ന്യൂസ് ഇതൊന്നും ഞെട്ടിക്കാറില്ല. നമുക്ക് ഇപ്പോൾ ഇൻ്റർവ്യൂ ഇതുപോലെ എടുക്കുകയാണെങ്കിൽ തന്നെ ആദ്യമേ കൃഷ്ണകുമാർ ഒരു ഇൻ്റർവ്യൂ എടുക്കുമ്പോൾ ആ ഇൻ്റർവ്യൂ കേൾക്കുന്ന ആൾ, ആ പറയുന്ന ആളില്ലേ, ആ പുള്ളി പറയുന്നത് മാത്രമായിരിക്കണം ഇമ്പോർട്ടൻസ്. നിങ്ങൾ ബി എ ലിസ്ണർ. എന്നിട്ട് ആ പുള്ളിക്ക് പറയാനുള്ളത് സമൂഹത്തിന് കേൾക്കട്ടെ. അതിനുശേഷം എന്തെങ്കിലും ഗ്യാപ്പ് ഒരു ഇത് വന്നാൽ കൃഷ്ണകുമാർ ഫില്ല് ചെയ്യുക. അത് വന്നു കഴിയുമ്പോൾ ചാനലായ ദൂരദർശനും കൃഷ്ണകുമാറിനും ആ പറഞ്ഞ ആൾക്കും നന്മയുണ്ടാവണം. ഇതിന് പകരം ഇന്നിപ്പോൾ എന്ത് വെച്ചാൽ ആദ്യം കിട്ടുന്ന എന്തെങ്കിലും വെച്ച് ഒറ്റ അടി അടിച്ചു കൊടുക്കും. ഇപ്പുറത്ത് ആ എടുക്കുന്ന ആളുടെ പെയിൻ, അത് ഞങ്ങളിപ്പോൾ കുറച്ച് തിരിച്ചറിവ് കിട്ടി ദൈവാദിനം കൊണ്ട്. ഒരു സ്വയം തള്ളി പറയുകയല്ല, രാഷ്ട്രീയത്തിലും സിനിമയിലും ഇതുപോലെ ദൂരദർശനിലൊക്കെ ആരംഭിച്ചുകൊണ്ട് ജനങ്ങൾക്ക് നമ്മളെപ്പറ്റി അറിയാം. പിന്നെ കുറേ കാലമായിട്ട് ബന്ധങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. ഞങ്ങൾക്കിങ്ങനെ വരുമ്പോൾ ഇതൊന്നുമില്ലാത്തൊരു സാധാരണക്കാർ, ഞങ്ങളൊക്കെ വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ചിരുന്നു. ഈ തെളിവുകളും ഇല്ലാതൊരു പരാതിക്ക് പോയാൽ എന്തായിരിക്കും അവസ്ഥ? ഭയപ്പെടുത്തുന്നത്. കാരണം ഇങ്ങനെയല്ല കേരളം പ്രവർത്തിക്കേണ്ടത്. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയില്ല, ഭരണത്തിലിരിക്കുന്നവർ. കാരണം ഞങ്ങൾക്ക് റിലീഫ് കിട്ടിയത് പോലും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ്. അപ്പം അതും ഞാൻ പറയാൻ തയ്യാറാണ്. എന്തിനാ ഞാനൊരു മറ്റൊരു പാർട്ടി നിൽക്കുന്നത്? അതെന്തിനാ ഹൈഡ് ചെയ്യുന്നത്? നോ, ദാറ്റ്സ് ദ ട്രൂത്ത്. കാരണം ഗ്രാവിറ്റിയെ പറ്റി ചോദിച്ചു. ശനിയാഴ്ച രാവിലെ അറസ്റ്റിനുള്ള സംഭവങ്ങൾ റെഡിയാവുകയാണെങ്കിൽ ശനി ഞായർ കഴിഞ്ഞാലേ ജാമ്യം കിട്ടുമെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഗർഭിണിയായിട്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയുടെ അച്ഛൻ എന്ത് ചിന്തിക്കും? എവിടെ ചെന്ന് നോക്ക് ചെയ്യാമോ അവിടെയൊക്കെ നോക്ക് ചെയ്യും. ഞാൻ നേരെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോകുന്നു, അവിടെ നിന്ന് റിലീഫ് കിട്ടുന്നു. അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി അനുഭാവപൂർവ്വം വെരി വാം ആയിട്ട് സംസാരിക്കുന്നു. ഡോണ്ട് വറി, എനിക്ക് നിങ്ങളുടെ കുടുംബത്തെ അറിയാം, ഇഷ്ടമാണ്, വിശ്വാസമാണ്. ഇത്തരം വാക്കുകളൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന റിലീഫുണ്ട്. അപ്പോൾ ചിലർ പറയും, കൃഷ്ണകുമാർ നിങ്ങൾ ഈ പാർട്ടിയിൽ നിന്ന് അങ്ങനെ പറയാം. സത്യം ഒന്നേ ഉള്ളൂ, അത് പറയാൻ പഠിക്കുക. ഇതിനകത്ത് ജാതി കാർഡ് എടുത്തിടുന്നു, മറ്റു കാര്യം. ഞാൻ പറയട്ടെ, ഞങ്ങളുടെ കുടുംബത്തെ പറ്റി അറിയാത്ത ഏതോ വിവരം കെട്ടൊരു ലോയറാണ് ഇവരുടെ പുറകിൽ നിന്ന് പ്രവർത്തിച്ച് ഇവരുടെ ജീവിതം കുട്ടിച്ചോറായിപ്പോയി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടികൾ ഇവളുമായിട്ടുള്ള ബന്ധം ഈ സോഷ്യൽ മീഡിയയിൽ വീഡിയോ എല്ലാം ഇന്ന് തെളിവായിട്ട് കിടക്കുക. ഇവളുടെ ഓരോ ഫംഗ്ഷനും സ്വന്തം പെങ്ങന്മാരെ പോലെ കൊണ്ടു നടന്നുകൊണ്ടിരുന്നത്. സ്വാഭാവികം പോലീസിന് കേസ് എടുക്കേണ്ടി വരും. ഞാൻ അവരുടെ ഭാഗത്തുനിന്ന് നമ്മൾ ചിന്തിച്ചാൽ, കാരണം എൻ്റേത് ഒരു ഫിനാൻഷ്യൽ ഒരു ഫ്രോഡിൻ്റെ കേസാകുമ്പോൾ അത് അവർക്ക് അന്വേഷിക്കണം, ടൈം എടുക്കും. അതേസമയം ഒരു പെൺകുട്ടികൾ കൊണ്ടുവന്ന് പോയിട്ട് ഇങ്ങനെ ഒരു പരാതി കൊടുക്കുമ്പോൾ പോലീസിന് കേസെടുത്തേ പറ്റൂ. അതെ, അതുകൊണ്ട് ഞാൻ ഈ പോലീസ് സേനയെ നമ്മൾ ഒന്നടങ്കം കുറ്റം പറയാൻ പാടില്ല. കാരണം അവരുടെ പ്രയാസങ്ങൾ എന്താണെന്ന് നമ്മളൊന്ന് ആലോചിക്കണം. പക്ഷേ നമ്മളെ ഈ അറസ്റ്റിലോട്ട് വരുന്നത് എന്തുകൊണ്ടായിരുന്നു എന്ന് മാത്രം മനസ്സിലാവുന്നില്ല. അത് അവർക്കും ആലോചിക്കാം. അവരും എൻ്റെ കാര്യം കൂടി ഒരു തീരുമാനമായിട്ടാകാമായിരുന്നു. അവിടെ നമ്മൾ സംശയിച്ചു, എന്തോ ഒരു പൊളിറ്റിക്കൽ പ്രഷർ ഉള്ളതുപോലെ തോന്നിപ്പോയി. അത് നമ്മൾ കാണാത്തതുകൊണ്ട് ഇന്ന ആളല്ല ഇന്ന പാർട്ടി എന്ന് പറയാൻ പറ്റില്ല. സംശയം ആർക്കും തോന്നാം, സംശയം ശരിയാവണമെന്നില്ല. മക്കളോട് എപ്പോഴും പറഞ്ഞു കൊടുക്കും, സംശയം തോന്നി എന്ന് പറഞ്ഞത് നമ്മൾ പറയരുത്. അത് ചിലപ്പോൾ ഒന്നും അറിയാത്ത ഒരാളെ പറ്റിയായിരിക്കും പറയുന്നത്. അവർക്ക് എന്തുമാത്രം ഡാമേജ് വരും. ഈ കുട്ടികളെ പറ്റി ഞങ്ങൾ ഒരിടത്തും കേസ് കൊടുത്തില്ല, ശ്രദ്ധിച്ചാൽ മതി. ഞങ്ങൾ ഇവരുടെ അടുത്ത് കോംപ്രമൈസിന് പോയി. ഇവർ ഇത് വെളിയിൽ കൊണ്ടിരുന്നത് വരെ ഞങ്ങൾക്ക് ഈ വീഡിയോസ് മുഴുവൻ ഇരിക്കുകയായിരുന്നു. അപ്പോഴും ആലോചിക്കുന്നത് എന്താ, നിങ്ങൾക്ക് 2 പെൺകുട്ടികളാണ്, ഞങ്ങൾക്ക് 4 പെൺകുട്ടികളാണ്. നിങ്ങളുടെ മകളെ പറ്റി ഒരു ആരോപണം വരുന്നാൽ അറിയാത്ത സമയം നിങ്ങൾക്കുണ്ടാകുന്നൊരു പെയിൻ. നിങ്ങളൊരു ട്രസ്റ്റ് വർത്തി ഒരു മനുഷ്യനാണ്, ഒരു ക്രെഡിബിലിറ്റി ഉള്ള ഒരു ജോലിയിൽ നിൽക്കുകയാണ്. അതേപോലെ ഞങ്ങൾ ആലോചിച്ചു, ആ കുട്ടികളുടെ മാതാപിതാക്കൾ അറിഞ്ഞുപോലും ഇല്ലെങ്കിൽ ഞങ്ങളിങ്ങനെ പറഞ്ഞാൽ അവർക്കുണ്ടാകുന്നൊരു ആഘാതം എന്തായിരിക്കും. പക്ഷെ പിന്നീട് ഞങ്ങൾക്ക് നിൽക്കക്കളിയില്ലാത്തൊരു രീതിയിൽ അവർ കൊണ്ട് ഞങ്ങളെ ചാടിച്ചു. അങ്ങനെ വരുമ്പോൾ പിന്നെ എന്തെന്ന് വെച്ചാൽ